സുഹൃത്തുക്കളെ, മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? നാം ജീവിച്ച നമ്മുടെ ജീവിതം, നാം എന്തിനോടെല്ലാം കണക്റ്റഡ് ആണ്? ദ നെക്സ്റ്റ് പേഴ്സൺ യു മെറ്റ് ഇൻ ഹെവൻ. ഇതൊരു നോവലല്ല, നമ്മുടെ ജീവിതത്തെ മറ്റൊരു ഡയമെൻഷനിൽ നമ്മെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ടൂൾ കൂടിയാണ്. ഹായ്, വെൽക്കം ടു ഈ സ്റ്റോറീസ്. മിച്ച് ആൽബമിൻ്റെ വളരെ മനോഹരമായ ഒരു നോവലാണ് ദ നെക്സ്റ്റ് പേഴ്സൺ യു മെറ്റ് ഇൻ ദ ഹെവൻ. ആനി എന്നൊരു പെൺകുട്ടിയും അവളുടെ ജീവിതത്തിൽ അവൾ കണക്റ്റഡായ മറ്റു ജീവിതങ്ങളുമാണ് മിച്ച് ആൽബം നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ആനി, മരണത്തെ തോൽപ്പിച്ച പെൺകുട്ടി എന്ന് സമൂഹം അവളെ വളരെ അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ അവൾ അത് ശാപമായി കാണുകയാണ്. തൻ്റെ വളരെ ചെറുപ്രായത്തിൽ അവൾ കടന്നുപോയ ഒരു അപകടം, അതിന് ചിലപ്പോൾ അവളുടെ ജീവന്റെ വില തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മരണം വരെ തനിക്കും തന്നെ കാണുന്നവർക്കും എന്നും ഒരു അത്ഭുതമായി, ഒരു പാടുമാത്രമായി ആ അപകടം അവളെ രക്ഷിച്ചു. ഈ അപകടം അവളെ മാത്രമല്ല മാറ്റിമറിച്ചത്, അവളുടെ ചുറ്റുമുള്ള മറ്റു പലരുടെ ജീവിതവും ഈ അപകടം മാറ്റിമറിച്ചു. ഈ അപകടം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ കഥ പുരോഗമിപ്പിക്കുന്നുണ്ട്. കാരണം ഒന്നിനോട് കണക്റ്റായി ഈ കഥ പുരോഗമിക്കുന്നത് എല്ലാം ഈ അപകടം ബേസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ആനി എന്ന പെൺകുട്ടി ശേഷം വളർന്ന് ആനി എന്ന യുവതിയായി മാറുന്നു. പക്ഷേ ഇക്കാലം അത്രയും അവളുടെ ജീവിതം ഒരു മിസ്റ്റേക്കായിട്ടാണ് അവൾ കണക്കാക്കുന്നത്. അങ്ങനെ അവളുടെ കല്യാണം പൗളോ എന്നൊരു യുവാവുമായിട്ട് നടക്കുകയാണ്. ഈ പൗളോ എന്ന് പറയുന്നത് അവളുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അവൾ സ്നേഹിച്ചിരുന്ന ഒരു യുവാവായിരുന്നു. പക്ഷേ ഈ വിവാഹത്തിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം അവരെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു, ഒരു അപകട മരണം. തുടർന്ന് ആനി ഒരു സ്വർഗയാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ എഴുത്തുകാരൻ്റെ വിശാലമായ ഭാവനയുടെ ശക്തിയും ഭംഗിയും ആസ്വദിച്ച് നമുക്കും ആ യാത്ര തുടരാം. ആ യാത്ര സ്വർഗത്തിലേക്കാണ്. പക്ഷേ എഴുത്തിൻ്റെ ഭംഗി എന്തെന്നാൽ ഒരു മതത്തിൻ്റെയും സ്വർഗസങ്കല്പങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നമുക്കിവിടെ എഴുത്തുകാരൻ കാണിച്ചു പുതിയ ഒരു സ്വർഗസങ്കല്പമാണ്. മിച്ചാലുമിൻ്റെ ഈ സ്വർഗസങ്കല്പം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. കാരണം എന്തെങ്കിലും അത്രത്തോളം അത് റിയലിസ്റ്റിക്കും നമ്മളെ കൺവിൻസിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വർഗസങ്കല്പമായിരുന്നു മിച്ചാൽബം ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരുന്നത്. അങ്ങനെ ആനി ആ സ്വർഗയാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഇവർ എല്ലാം അവളുടെ ജീവിതത്തിൽ അവളെ പല രീതിയിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ അവളുമായി നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉള്ളവരുമായിരുന്നു. ഇവരെല്ലാം അവൾ കണ്ടുമുട്ടുന്നത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മിസ്റ്റേക്കാണെന്ന് കരുതി അവൾ ഒരു ദുരന്തമാക്കി മാറ്റിയ അവളുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു യാത്രകളായിരുന്നു. സ്വർഗത്തിൽ വെച്ച് അവൾ തൻ്റെ മിസ്റ്റേക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തിയെന്നും ആ മിസ്റ്റേക്കുകൾ ഒരിക്കലും ഒരു മിസ്റ്റേക്കുകൾ മാത്രമല്ല, അത് പലരുടെ ജീവിതവും മാറ്റിമറിക്കാനും പലരുടെ ജീവിതങ്ങളിലെ തെറ്റുകൾ ശരിയാക്കാനും അവരെ സഹായിച്ച ഒന്നാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാടുകൾ തന്നെ മാറിമറിയും. കാരണം നമ്മൾ അനുഭവിക്കുന്ന ലോൺലിനെസ്, ഡിപ്രഷൻ, പെയിൻ, ദുഃഖം, സന്തോഷങ്ങൾ, ഇവ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഇവ നമ്മെ ഭാവിയിൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഇതിലൂടെ കാണാം. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ സ്വപ്നങ്ങളിലെങ്കിലും ഇത്തരം ഒരു യാത്ര നടത്തുകയാണെങ്കിൽ നമ്മുടെ പല ചിന്താഗതികളും നമ്മുടെ ഭാവി തീരുമാനങ്ങളും ചിലപ്പോൾ മാറ്റിമറിക്കപ്പെടാം. അത്രയും നല്ലൊരു വിഷനറി ആയിട്ടുള്ള ഒരു നോവലാണ് ഈ നോവൽ. നമ്മൾ നത്തിങ് അല്ല, സംതിങ് ആണ്. ആരും തന്നെ നത്തിങ് ആയിട്ട് ഈ ഭൂമിയിൽ ഇല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു നോവലാണ് ദ നെക്സ്റ്റ് പേഴ്സൺ യു മെറ്റ് ഇൻ ദ ഹെവൻ. നാം എത്രത്തോളം മറ്റു ജീവിതങ്ങളുമായി കണക്റ്റഡ് ആണ് എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ ഈ എഴുത്തുകാരൻ്റെ സാങ്കല്പിക സൃഷ്ടികൾ വളരെ മനോഹരമായി സഹായിച്ചിട്ടുണ്ട്. അതിന് ഈ എഴുത്തുകാരൻ നമ്മളെ വളരെ കൺവിൻസിങ് ആയി തന്നെയുള്ള ഒരു എഴുത്താണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കഥയല്ല, നമ്മൾ മറ്റു പലരുടെ ജീവിതത്തിലെ കഥാപാത്രങ്ങളും കൂടിയാണ് എന്ന് നമുക്ക് ഇവിടെ എഴുത്തുകാരൻ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെയിനും പർപ്പസും, അത് രണ്ടും ഇവിടെ നമുക്ക് എഴുത്തുകാരൻ കാണിച്ചു തരുന്നുണ്ട്. ഭൂമിയിൽ ചിലയിടുന്ന നിമിഷങ്ങൾ, ഓരോ നിമിഷവും നമുക്ക് നഷ്ടങ്ങളാണ് എന്നാണ് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. കാരണം എന്തെങ്കിലുമായി ഒരു ചെറിയ ശ്വാസമായോ അതല്ലെങ്കിൽ വളരെ വലിയ മറ്റെന്തെങ്കിലുമായോ നമുക്ക് ഓരോ നിമിഷവും എന്തൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമി. ഈ നഷ്ടങ്ങളെല്ലാം മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നാണ് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. ദ റോങ് വി ഡു ഓപ്പൺ ദ ഡോർ ടു ഡു റൈറ്റ് എന്നാണ് മിച്ച് ആൽബം ഇവിടെ പറയപ്പെടുന്നത്.
മിച്ച് ആൽബം ഇവിടെ ലോൺലിനെസ്സിനെയും അതുപോലെ തന്നെ ഡിപ്രഷനെയും വളരെ ഡീപ്പായി തന്നെ പഠിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് ലോൺലിനെസ് അനുഭവിക്കുന്നത് എന്നാണ് എഴുത്തുകാരൻ ഇവിടെ ചോദിക്കുന്നത്. തീർച്ചയായും ഈ പുസ്തകം നിങ്ങളുടെ ചിന്തകൾക്ക് നല്ലൊരു ക്ലാരിറ്റി നൽകാൻ സഹായിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്ന ഒരു ഇംഗ്ലീഷ് നോവലാണ് മിച്ച് ആൽബത്തിന്റെ ദ നെക്സ്റ്റ് പേഴ്സൺ യു മെറ്റ് ഇൻ ഹെവൻ. സോ നിങ്ങളൊരു ബിഗിനറോ എമച്ചറോ അല്ലെങ്കിൽ പ്രോ റീഡറൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്ന ഒരു നോവലാണ്. ഈ നോവലിൽ ആശയം വളരെ കഠിനം ഈ നോവലിൽ ആശയം വളരെ കാഠിന്യമുള്ളതാണ്. പക്ഷേ ആ ആശയം നമ്മളുമായി പങ്കുവെക്കാൻ എഴുത്തുകാരൻ സ്വീകരിച്ച ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുത്തുകാരൻ നമുക്ക് ഇതിലെ ഇത്രയും കാഠിന്യമുള്ള ആശയം നമുക്ക് കൺവേ ചെയ്തു തന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വളരെ എളുപ്പത്തിൽ വായനക്കാരുമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കണക്റ്റഡ് ആവുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മലയാളി വായനക്കാരനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുമ്പോൾ അത് നമ്മളുമായി കണക്ട് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയങ്ങൾ എടുക്കും. ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു വരി വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനൊരു ടൈം എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആ വരികളിൽ തന്നെ നമുക്ക് ഇമോഷൻസ് കറക്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട്. കാരണം അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇതിനെ നമുക്ക് ഇത്രയും ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കറക്റ്റ് ഓൺ ടൈമിൽ നമുക്ക് ആ ഇമോഷൻ കൺവേ ആവുന്നുണ്ട്. സോ എൻ്റെ ടേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വായന ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള വായനക്കാരനാണെങ്കിലും താങ്കൾ ഈ പുസ്തകം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. ഒരിക്കലും ഒട്ടും തന്നെ നിങ്ങളെ ഈ പുസ്തകം നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും മനോഹരമാണ് ഈ പുസ്തകം. സോ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. നന്ദി.